ഹലോ ഗൈസ്, അങ്ങനെ സച്ചി ശ്രുതിയുടെ ഇളയിച്ചൻ എന്ന് പറഞ്ഞ ബീരാനിക്കയെ മാർക്കറ്റിൽ വെച്ച് കാണുന്നുണ്ട്. സച്ചി എങ്ങനെയാണ് ബീരാനിക്കയെ കണ്ടതെന്ന് അറിയണ്ടേ? അപ്പൊ ആ ഒരു എപ്പിസോഡ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോഴായിരിക്കും കഥ ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പൊ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സച്ചി ശ്രുതിയുടെ ഇളയിച്ചനെ പോലെ ഒരാളെ കണ്ടിട്ട് മാർക്കറ്റിൽ എത്തുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇളയിച്ചൻ എന്ന് പറഞ്ഞ ബീരാനിക്ക നേരത്തെ തന്നെ സച്ചിയെ കണ്ട് അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. സച്ചിയെ കണ്ട പാടെ തന്നെ ബീരാനിക്ക ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയാണെങ്കിൽ വരട്ടാണ്. സച്ചിയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ തുണ്ടം തുണ്ടാക്കി കളയും അവനെന്ന്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് എങ്ങനെയും പിടികൂടാൻ പറ്റാത്ത രീതിയിൽ ഏഴകലത്ത് നിന്ന് മാറി നിൽക്കുകയാണ് നമ്മുടെ ബീരാനിക്ക. അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ബീരാനിക്കയെ കാണുന്നില്ല കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഷോ ഇയാൾ ഞാൻ കണ്ടതായിരുന്നല്ലോ, എന്നാലും ഇയാൾ ഇത് എവിടെ പോയി? എന്നെ കണ്ടിട്ട് മനഃപൂർവ്വം ഒളിഞ്ഞു മാറി നിൽക്കാന്നാ തോന്നുന്നത്. എന്തായാലും പൗഡർ എടുത്തി ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവില്ല. എന്നാലും ഇയാളെ കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? ആ സമയത്താണ് സച്ചിയുടെ കൂട്ടുകാരന്റെ ഫോൺ വരുന്നത്. ആ ഹലോ, പറയടാ. അല്ല, നീ എന്താക്കാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, ഞാൻ എന്താക്കാനാ, അയാൾക്ക് എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് 4 മണിക്കൂറൊക്കെ പിടിക്കുന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് കരുതി ഇറങ്ങിയതാ. എടാ സച്ചി, ചതിക്കല്ലേ. 4 മണിക്കൂറാവുമ്പോഴേ അങ്ങോട്ടന്നെ ചെല്ലണം. നീ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അയാളെ മറന്നു പോകരുത്. ഓ, ഞാൻ അങ്ങനെ മറക്കത്തൊന്നുമില്ല. ആ പിന്നെ എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എടാ, നമ്മുടെ ശ്രുതിയുടെ ഇളയിച്ചനല്ലേ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് വന്നേ? ആ മനസ്സിലായി. ആ അയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. എന്ത്? അവിടെ ഇങ്ങനെ അയാള് വരാനാ? അയാള് മലേഷ്യക്കാരനല്ലേ? അന്ന് തന്നെ അയാള് ഫ്ലൈറ്റ് കയറി മലേഷ്യയിൽ എത്തിയില്ലേ? അങ്ങനെ പറഞ്ഞു മാത്രമല്ലേ നമുക്ക് വിശ്വാസമുള്ളൂ. അല്ലാതെ നേരിട്ട് നമ്മൾ അയാള് ഫ്ലൈറ്റ് കയറുന്ന കണ്ടിട്ടൊന്നുമില്ലല്ലോ. അതില്ല. പിന്നെ ഞാനൊരു സംശയം നിന്നോട് നേരത്തെ പ്രകടിപ്പിച്ചതല്ലേ? അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് നല്ല സംശയം തോന്നിയതല്ലേ? അയാളുടെ സംസാരത്തിൽ നിന്ന് അയാൾ ഒരു ഇറച്ചിവെട്ടുകാരനാണെന്നാ തോന്നിയത്. അതെ, കറക്റ്റ്. അയാൾ കുറച്ച് ഇറച്ചിയായിട്ട് ഒരു വലിയ വീട്ടിലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ അയാളുടെ പിന്നിൽ ചെന്നപ്പോഴേക്കും അയാൾ മിസ്സായിപ്പോയി. എനിക്ക് തോന്നുന്നതേ എന്നെ കണ്ടിട്ട് അയാൾ എവിടെയോ ഒളിഞ്ഞു നിൽക്കുക എന്നാ. അങ്ങനെയൊക്കെ വരുവടാ ശ്രുതി. ഇങ്ങനെയൊക്കെ നിങ്ങളെ വീട്ടുകാരെ പറ്റിക്കോ? പറ്റിക്കുമെന്നോ? എടാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാത്തതുണ്ട്. അത് നീ അറിഞ്ഞു കഴിഞ്ഞാലേ ഇവള് പറ്റിക്കോ എന്നുള്ള ചോദ്യം നീ ചോദിക്കത്തില്ല. എന്ത് കാര്യടാ? അതൊക്കെ ഞാൻ പറയണ്ട്. അച്ഛൻ ഇപ്പൊ തൽക്കാലം അതൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ശരി. ആ അതെ, നീ ഏതായാലും വിളിച്ചത് നന്നായി. അയാളെ കണ്ടുപിടിക്കുക എങ്ങനെയാ? അതിപ്പോ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്താക്കാനാ? എടാ, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുക. നിന്നെ വിളിച്ച എന്തെങ്കിലും ഐഡിയ നീ പറഞ്ഞു തരുമല്ലോ എന്ന് കരുതി. അത് കൊള്ളാട്ടോ സച്ചി. ഞാൻ എന്താ ഐഡിയ പറഞ്ഞു തരുന്ന ആളോ? അല്ല, നിന്റെ ബുദ്ധിയിൽ നിന്ന് നല്ല നല്ല ഐഡിയകളൊക്കെ വരാറുണ്ടല്ലോ. തന്നെ. അത് ശ്രുതിയുടെ ഇളയച്ചനൊന്നും ആവില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ദേ, നീ ആ കാറിൽ പോയി ഇരിക്കാൻ നോക്കി. അയാൾ ചിലപ്പോൾ 4 3 പറയും. ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാലേ അയാൾ കാറിന്റെ അടുത്ത് എത്തും. ചെന്ന് നോക്കാം അങ്ങോട്ട്. അയാളുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, വേണമെങ്കിൽ അയാൾ എന്നെ വിളിച്ചോളൂ. അയാളെ വല്ലാത്തൊരു ഷാട്ടിക്കാരനാണെന്നാ തോന്നുന്നത്. നിനക്ക് ഓർഡർ പിടിച്ചെന്നപ്പോഴേ എനിക്ക് തോന്നിയതാ അത്. നിനക്ക് മറ്റുള്ളവരൊന്നും പറ്റില്ലല്ലോ സച്ചി. അവരൊക്കെ വലിയ ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകളാ. അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഓ, എന്റെ കാറിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ അയാൾക്ക് എന്തോ കുഴപ്പം? ഭക്ഷണം കഴിക്കുകയാണെങ്കിലേ കാറിന്റെ അകത്ത് ഇരുന്ന് കഴിക്കണ്ട. അയാൾക്ക് ബാഡ് സ്മെൽ സഹിക്കാൻ പറ്റത്തില്ലെന്ന്. അയാൾ കഴിക്കുന്ന ഫുഡൊക്കെ ബാഡ് സ്മെല്ലാണല്ലോ. എന്റെ സച്ചി, നീ അതൊക്കെ വിട്. ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്കതൊക്കെ സർവ്വസാധാരണമാണ്. ശരി, ഞാനത് വിട്ടു. പക്ഷെ എനിക്കതല്ല, ഇയാളെ ഞാൻ കണ്ടെന്ന് പറഞ്ഞത് സത്യമാ. എങ്കിൽ പിന്നെ ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അന്ന് നിങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തില്ലേ അയാളുടെ കൂടെ? അയാളുടെ കൂടെ എടുത്ത് ഫാമിലി ഫോട്ടോ ഉണ്ട്. അത് വെച്ച് അവിടുത്തെ കടക്കാരോട് ചോദിക്കി ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോന്ന്. പക്ഷേ അയാളുടെ വേഷം അതും ഇതും തമ്മിൽ ഒരു മാച്ചും ഇല്ല. അയ്യോ എന്റെ സച്ചി, ആ തിരുമുഖം കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാകാതിരിക്കുവോ? അത് ശരിയാ. എങ്കിൽ പിന്നെ ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് പോയി ചോദിക്കട്ടെ. ശരി. ദേ, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ വെക്കുക സച്ചി. അങ്ങനെ അയാൾ വെക്കുന്നുണ്ട് കേട്ടോ ഫോണ്. അങ്ങനെ സച്ചി ഫോണിൽ നോക്കുന്നുണ്ട് ഇയാളുടെ ഫോട്ടോ. അപ്പൊ കറക്റ്റ് ആ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുന്നുണ്ടേ. എന്നിട്ട് സച്ചി ആണെങ്കിൽ അയാളുടെ ഫോട്ടോ മാത്രം സൂം ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇറച്ചിക്കടക്കാരനോടാണ് ചോദിക്കുന്നത്. അതെ ചേട്ടാ, എന്താ ബീഫ് വേണോ ചിക്കൻ വേണോ? എത്ര കിലോ വേണം? വേഗം പറ. എനിക്ക് ബീഫും ചിക്കനും ഒന്നും വേണ്ട. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനേ ഒരു ഫോട്ടോ കാണിച്ചു തരാം, അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് പറയണം. നിങ്ങൾ പോലീസാണോ? തൽക്കാലം നിങ്ങൾ ഈ ആളെ അറിയുമെന്ന് പറഞ്ഞാൽ മതി. പോലീസാണെന്നൊന്നും നിങ്ങൾ അറിയണ്ട. അപ്പൊ സച്ചി മനസ്സിൽ കരുതുന്നിട്ട് ഇയാളുടെ ഇടയിൽ ഒരു ഗെറ്റപ്പൊക്കെ ഇരുന്നോട്ടെ, അയാളിപ്പം ഞാൻ പോലീസാണെന്ന് അറിയണ്ട. ഓക്കെ, പിന്നെ കാണിക്കുന്നത് ബീരാനിക്കയാണ് കേട്ടോ. ബീരാനിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടുംപുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചെറുക്കൻ പോകുന്നില്ലല്ലോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനിയിപ്പം ഞാൻ ഈ കടിയായിട്ട് എങ്ങോട്ടേലും മാറേണ്ടി വരും. ഷടാ, എനിക്ക് വരുന്ന എല്ലാ കച്ചവടവും ആ ചെങ്ങായിക്ക് പോവാണല്ലോ. എല്ലാത്തിനും കാരണം ഇവനാ. ഇവനെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ വെട്ടി കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. ദേ, ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. ഇയാളെ കണ്ടിട്ടുണ്ട്. എവിടെയാ? അതെന്ത് ചോദ്യം സാറാ ചോദിക്കുന്നത്? വരുന്ന വഴിക്ക് സാറ് അയാളെ കണ്ടില്ലേ?
കണ്ടില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ആ സമയത്ത് ബീരാനിക്ക തട്ടിമ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, ഓ ഇവൻ എന്തിനു ഇയാളുടെ കടയിൽ തന്നെ നിൽക്കുന്നത്, ഇവനൊക്കെ സത്യം ഇപ്പൊ വെളിപ്പെടുത്തുമല്ലോ അല്ല. ഇതാണ് ആട് ബീരാന്. ദേ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്ന ഈ കടയാണ് അയാളുടേത്. ഏത് ആ നിൽക്കുന്ന കടയോ? ആ അത് തന്നെ. അവിടെ ജോലി ചെയ്യുന്ന ആളാ ബീരാന്. കുറച്ചു നേരമായിട്ടേ അയാൾ ഇവിടെ കാണുന്നില്ല. അയ്യോ സാറിനെ അയാൾ അന്വേഷിച്ച് നടക്കാണോ? വല്ല കേസുണ്ട് അയാളുടെ പേരിൽ? എങ്കിൽ പിന്നെ സാറേ സമയം കളയണ്ട, അയാളെ പൊക്കിയെടുത്തോണ്ട് കൊണ്ടുപോ. എന്റെ കച്ചവടം മുഴുവൻ നശിപ്പിക്കുന്നതേ അവൻ ഒറ്റൊരുത്തനാ. കൊണ്ടുപോകണം വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതല്ല ഇയാളെന്താ ഇപ്പൊ ഈ കടയിലോട്ട് വരാത്തേ? അതെന്താണെന്ന് അറിയില്ല. ഇന്ന് രാവിലെ അയാൾ കട തുറന്നതാ. കുറെ നേരമായിട്ട് അയാൾ അവിടെ കാണുന്നില്ല. അയാൾക്ക് കിട്ടേണ്ട കച്ചവടമൊക്കെ അതുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നോടെന്തിനാ താൻ നന്ദി പറയുന്നേ? അല്ല സാറിനെ കണ്ടിട്ടായിരിക്കുമല്ലോ അയാൾ ഒളിഞ്ഞു നിൽക്കുന്നത്. അതിന് അയാളുടെ പേരിൽ പ്രത്യേകിച്ച് കേസൊന്നുമില്ല. ആണോ? എങ്കിൽ പിന്നെ അയാളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് നാടകമാണ്. എവിടെയെങ്കിലും അഭിനയിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞാലേ അയാൾ ടെപ്പേന്ന് പറഞ്ഞ് കട പൂട്ടാതെ പോവും. അയാൾക്ക് അഭിനയാ വലുത്. ആ സമയത്ത് അവിടെ തൂക്കി വെച്ച ഇറച്ചി പോലും പോയാൽ അയാൾക്കും ഒരു കുഴപ്പമില്ല. അയാള് അഭിനയിക്കാനൊക്കെ ഉഷാറാണോ? ആണോന്നോ? അയാൾക്ക് അഭിനയം എന്ന് വെച്ച പ്രാന്താ. പക്ഷേ അയാളുടെ അഭിനയം 5 പൈസക്ക് കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. അല്ല അയാൾ എന്തിലെങ്കിലും അഭിനയിച്ചതായിട്ട് അറിയോ? അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല സാറേ. ഏതോ ഒരെണ്ണത്തിലൊക്കെ മിന്നിമായിന്നൊരു സീനുണ്ടെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി. അപ്പൊ സച്ചി മനസ്സിൽ കരുതുന്നുണ്ട്, തൽക്കാലം പോയേക്കാം. എന്തായാലും അയാളിവിടെ വിട്ട് പോവില്ലല്ലോ. ഒരു ദിവസം ഞാൻ അയാളെ പിടിക്കും. എങ്കിൽ ശരി. ഇതും പറഞ്ഞ് സച്ചി അവിടുന്ന് പോവുകയാണ് കേട്ടോ. ആ സമയം മുതലെടുത്തുകൊണ്ട് ബീരാൻ പറയുന്നുണ്ട്, ഹോ അവൻ പോയെന്നാ തോന്നുന്നത്. ഇപ്പോഴാ മനുഷ്യന് ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നാലും ആ സച്ചി കാരണം എന്റെ കടയിലെ കച്ചവടം മുഴുവൻ പോയി. ഇന്നാ പരനാറിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അയാൾക്കാണല്ലോ ഇന്ന് മുഴുവൻ കച്ചവടം കിട്ടിയത്. ഇനി അതിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. വില കുറച്ച് നിന്ന് ഞാൻ വിൽക്കും. അങ്ങനെ അതും പറഞ്ഞ് അയാൾ കടയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന കടക്കാരൻ പറയുന്നുണ്ട്, ബിരാനെ നീ വന്നോ? നിന്നെ അന്വേഷിച്ചേ ആരൊരാൾ ഇവിടെ വന്നിരുന്നു. ആര്? ഒരു ചെറുപ്പക്കാരനാ. പോലീസാണെന്നാ എന്റെ സംശയം. പോലീസോ? അപ്പൊ അവൻ സത്യം അറിയാൻ പോലീസിന്റെ വേഷം കൂടി എടുത്തിട്ട്. എന്തേലും ബീരാൻ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ വല്ലവരും വരുമ്പോഴേ എന്റെ ഡീറ്റെയിൽസ് എടുത്ത് താൻ അങ്ങോട്ട് കൊടുക്കണ്ട കേട്ടല്ലോ. ഞാൻ കളി കളിക്കാനുണ്ടല്ലോ, വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ. പിന്നെ നിന്റെ കട ഇവിടെ ഉണ്ടാകത്തില്ല, നീയും ഇവിടെ ഉണ്ടാവത്തില്ല. നിന്നെ തൂക്കി കൊടുക്കും ഞാൻ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല ബീരാനെ. പൊക്കോളണം എന്റെ മുന്നിന്ന്. ഇതും പറഞ്ഞ് കത്തി വീശാൻ കേട്ടോ. അയാൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കത്തി വെക്കാൻ വേണ്ടി പിന്നീട് തിന്നപ്പോഴാണ് സച്ചി അവിടെ നിൽക്കുന്നത് ബീരാൻ കാണുന്നത്. ഇന്റെ റബ്ബേ, ഇവൻ പോയില്ലായിരുന്നു. കൊള്ളാം നാടകം. ഞാൻ പോയെന്ന് കരുതി അല്ലേ ബീരാനെ? നീ ഏതാ? നിനക്ക് ബീഫോ ചിക്കനോ മട്ടനോ അങ്ങനെ വല്ലതും? ബീഫ് വേണം. കുറച്ചധികം കിലോ ഞാൻ ഇന്ന് കൊണ്ടുപോകും. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട കേട്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ട് മനഃപൂർവ്വം ഒളിഞ്ഞു നിൽക്കലായിരുന്നോ? മണ്ടൻചാരെ, എത്രയെന്ന് വെച്ചിട്ടാ താൻ എന്നെ കണ്ടിങ്ങനെ ഒളിഞ്ഞു നിൽക്കുക? നിന്റെ കട ഇവിടെ തന്നെ ഉള്ളിടത്തോളം കാലം നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ലോകേതര മണ്ടനായിപ്പോയല്ലോ ശ്രുതിക്ക് കിട്ടിയത് ഇളയച്ചനായിട്ട്. എന്തോന്ന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ വന്ന് പറയുന്നത്? ശ്രുതിയുടെ ഇളയച്ചനോ? അപ്പൊ താനല്ലേ അന്ന് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് ഞങ്ങളുടെ മുത്തശ്ശിയുടെ വീട്ടിൽ വന്നത്? പൊങ്കാലയും കൂടി 2 കുപ്പി കള്ളും അകത്താക്കി ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് പിറ്റേ ദിവസം ശ്രുതി നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ? ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നേ? സച്ചിയുടെ സ്വഭാവം അറിയാലോ. ഇടിച്ച് കൂമ്പ് കലക്കും ഞാൻ. ആ സമയത്ത് കടയിൽ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ബിരാനെ ഒരു 4 കിലോ മട്ടൻ എടുക്ക്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആളുകളെ വെറുതെ കേൾപ്പിക്കണ്ട. അത് എടുത്തു കൊടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സത്യം പോലെ പറയണം. എനിക്ക് ഈ മൊബൈലിൽ ഫുള്ള് പിടിപ്പിക്കാനുള്ളതാ. അതിന് ഞാനെന്ത് സത്യം പറയാനാ? നീ സത്യം പറഞ്ഞില്ലേ നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. നീ അങ്ങനെ എൻ്റെ അച്ഛനമ്മയും മുത്തശ്ശിയും ഒന്നും കബളിപ്പിച്ച് ആ പൗഡറേറ്റത്തിന്റെ ഇളയച്ചനാവണ്ട. അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ആ അഭിനയം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നീ അങ്ങ് റിഹേഴ്സലായി നടത്തി. എന്താ ഇവിടെ പ്രശ്നം? ഈ മട്ടൻ വാങ്ങാൻ വന്ന ആൾ ചോദിക്കാൻ കേട്ടോ. അപ്പൊ സച്ചി പറയുന്നത്, അയ്യോ ചേട്ടാ ഒരു പ്രശ്നവുമില്ല. ഈ ചേട്ടന് 4 കിലോ മട്ടൻ എടുത്തു കൊടുക്കേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അതെ. നിനക്ക് എത്രയാണ് വേണ്ടത്? 4 കിലോ മട്ടൻ. 4 കിലോനല്ലേ? നീ എടുക്കുവോ 4 കിലോ? അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നേ? 4 കിലോന് അയാൾക്കങ്ങ് എടുത്തു കൊടുക്ക്. അങ്ങനെ മട്ടൻ വെട്ടുന്ന സമയം തന്നെ ബീരാൻ അവിടുന്ന് ഓടി കഴിച്ചിലാവുക കേട്ടോ. ബീരാൻ ഓടുന്ന കണ്ടിട്ട് അതിന് പിന്നാലെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് സച്ചി. അപ്പൊ തൊട്ടപ്പുറത്തെ കടയിലുണ്ടായിരുന്ന ആള് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മട്ടൻ വാങ്ങാൻ വന്ന ആള് ചോദിക്കുന്നുണ്ട്, അല്ല ബീരാൻ ഇതെന്ത് പറ്റി? അത് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. എന്നോട് വന്ന് ബീരാനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പോയതേ ഉള്ളൂ. ബീരാനെ പോലീസിനെ കണ്ട് കുറെ നേരം ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തായാലും ഇന്നത്തോടു കൂടി ബീരാന്റെ ശല്യം തീർന്നു കിട്ടി. എന്നാലും ആ ബീരാൻ എന്ത് കേസിൽപ്പെടാനാ? അതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചി ഓടിക്കുഴങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഇയാളിത് എവിടെ പോയി? ആ തടിയും വെച്ച് അയാളെ എങ്ങോട്ടോ ഓടി ഒളിച്ചത്? എവിടോ മറഞ്ഞു നിൽക്കുക. ആ സമയത്ത് സച്ചിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നത് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ സച്ചി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇയാളാണ്. ഏത് ബിസിനസ്മാന്? അയ്യോ
ഇയാൾ ഇത്രയും സമയം വിളിച്ചോ? ആകെ കുറച്ച് സമയമല്ലേ ആയുള്ളൂ ഞാൻ ബീരാനിക്കയുടെ കൂടെ ഓടാൻ തുടങ്ങിയിട്ട്. ഷടാ, അയാൾ നിന്നിട്ട് പൊരിക്കും. ഇതും പറഞ്ഞ് ആ ഫോൺ എടുക്കാതെ തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലാണ് കേട്ടോ സച്ചി. അപ്പൊ അയാളാണെങ്കിൽ ദേഷ്യം പിടിച്ച് ആ ആൽമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാർ, എടോ താൻ ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ സാർ, എൻ്റെ ഒരു പരിചയക്കാരൻ. തൻ്റെ ഒരു പരിചയക്കാരനെ കാണാനാണാടോ താൻ എന്നെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് കാറിന്റെ ഡോറ് ലോക്ക് ചെയ്ത് അവൻ എവിടേക്ക് സുഖവിവരം അന്വേഷിക്കാൻ പോയേക്കുവാ. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അയാളെ കണ്ടപ്പോൾ ഒരു അല്പനേരം സംസാരിച്ചു പോയി. സാറിന്റെ കോള് കണ്ടില്ല. സോറി ഒണ്ണാങ്കട്ട. ഇവിടുന്ന് വേറെ ഏതെങ്കിലും കാറ് കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ആ ടാക്സി വിളിച്ച് പോയേനെ. നീ ഇങ്ങോട്ട് വന്ന പണം പോലും നിനക്ക് ഞാൻ തരത്തില്ല. അത് കിട്ടിയില്ലെങ്കിൽ സച്ചിയുടെ സ്വരൂപം മാറും. എന്തോന്ന്? ഒന്നുമില്ല സാറേ. സാറ് കാറിലോട്ട് കയറ്. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞ് അയാൾ ഓരോന്ന് പറഞ്ഞ് നൊടിഞ്ഞ് കാറിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അയാളെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഇതേ സ്ഥലത്തോട്ട് തന്നെ വരും. അപ്പോൾ ഈ ബിസിനസ്മാൻ പറയുന്നുണ്ട്, എന്താ താൻ ആലോചിച്ചിരിക്കുന്നത്? വണ്ടി എടുക്കാൻ നോക്ക്. ശരി സാർ. എന്തായാലും ബീരാന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സച്ചി ഫോണിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പ് പിന്നീടാണ് കാണിക്കുന്നത്. എന്തായാലും ഇതിന്റെ ബാക്കി എപ്പിസോഡ് എന്താണെന്ന് അറിയണ്ടേ? സച്ചി വീട്ടിൽ ചെന്നിട്ട് ഒരു കളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ മാക്സിമം ഇന്ന് തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.